ഇന്നൊരു കിടിലം പെട്ടക്കണ വീഡിയോ ആയാലോ. കുറച്ച് നാൾ മുന്നേ ഞാൻ എടുത്ത് വെച്ചാണ്. ഇത് കണ്ട കൊല്ലിൽ കൊണ്ടുതന്നെ കണ്ട കൊല്ലിൽ മീനയും കൊണ്ട് വന്നത് നമ്മുടെ ആൻ്റണി ചേട്ടനാണ്. ആൻ്റണി ചേട്ടൻ അവിടെ നിന്ന് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. എന്തായാലും പിന്നെ ഇത് അതിൻ്റെ ഇടയിലാണ് ആൻ്റണി ചേട്ടൻ്റെ മറ്റേ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ഇത് നോക്കി കണ്ട പുള്ളിയുടെ ഗ്ലാസ്സിൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെയും ഒരു വീഡിയോ നോട്ടെ നിർത്ത് വെറുതെ രസത്തിനടുത്താണ്. അപ്പോൾ എന്തായാലും ഇന്ന് വലവീശി മീൻ പിടിക്കുന്ന വീഡിയോയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ മീൻപിടുത്തക്കാർ അല്ലെങ്കിൽ മീൻപിടുത്തം കാണാൻ തന്നെ ഇഷ്ടമുള്ളവർ എല്ലാവരും മിസ് ചെയ്യരുത്. നല്ല കിടിലം വീഡിയോ ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ടോ മറ്റൊന്നും കൊണ്ടല്ല, നേരെ മറിച്ച് ഞാൻ 2-3 ദിവസമൊക്കെ ഈ വല വീശുന്നതും മറ്റേ ചൂണ്ടിടുന്നതും ഒക്കെ ആയിട്ട് പിടിക്കാൻ പോയിട്ട് പല തവണ നമുക്ക് പണി കിട്ടിയിട്ടുണ്ടായത് മീൻ കിട്ടാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് ചില ദിവസങ്ങളിൽ ഇപ്പോൾ ചാകര എന്നൊക്കെ പറയില്ല പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ലക്കാണ് വീശണതിന് എല്ലാത്തിലും മീൻ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ മിസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം. ചില ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ഇതിന് മുന്നേ പലപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട്. മനോജ് എൻ്റെ ഫ്രണ്ട് അപ്പം വീശുമ്പോൾ ചിലപ്പോൾ 50 തവണയൊക്കെ വീശിയിട്ട് ഒന്നും കിട്ടാതെ വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഓരോ വീശലിലും ഓരോ മീനെങ്കിലും വെച്ച് ചിലതിൽ 2-3 വെച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് അങ്ങനെ കിട്ടണം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഹാപ്പി ആയിരിക്കും നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അത് ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ ഇവിടെ വല വീശിക്കൊണ്ടിരിക്കുന്നത് ആൻ്റണി ചേട്ടനെ പരിചയപ്പെടുത്തി. അതല്ലാണ്ട് വല വീശിക്കൊണ്ടിരിക്കുന്നത് സുമേഷ് ചേട്ടനും ബിജു ചേട്ടനും ഉണ്ട്. എന്തായാലും അവർ വല വീശിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ. പക്ഷേ ഇത്തവണ എടുത്തത് ഞാൻ ഹാപ്പിയാണ്. ഇതുണ്ട് കൊല്ലി മുഴുവൻ മീനാണ്. ഇത് ഇങ്ങനത്തെ 2-3 കൊല്ലി നിറച്ചിരിക്കണതാണ്. നിറഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം മീൻ അവർക്ക് അന്ന് ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങളല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ എടുത്തതാണ്. കുറച്ച് തിരക്കായതുകൊണ്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇടണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ലേറ്റായി പോയൊരു വീഡിയോ ആണ്. ഇത് കണ്ട പിലോപ്പിയുടെയൊക്കെ വലിപ്പം കണ്ട നല്ല വലിപ്പത്തിലുള്ള പിലോപ്പിയാണ് കേട്ടോ. എന്തായാലും ഞാനും ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു കാഴ്ച ഞാൻ ഇത്രയും മീൻ ഒറ്റടിക്ക് കിട്ടണ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ല. പക്ഷേ അത് ഇത്തവണ അത് ഇതുണ്ട് അപ്പുറത്തെ കൊല്ലിയിൽ നിറഞ്ഞ് കിടക്കണ മീൻ. ഭയങ്കര ഹാപ്പി, അവർ ഹാപ്പി, ഞാൻ ഹാപ്പി വീഡിയോയിലൂടെ. അതുപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്താണ് ഈ ഫിഷിംഗ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെയുള്ള മനോഹര വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. കഴിഞ്ഞിട്ടില്ല, വീഡിയോ അവസാനിപ്പിക്കണമല്ല കേട്ടോ. ഇത് തുടങ്ങിയിട്ടുള്ളൂ, പകുതിയായിട്ടുള്ള വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ കിടക്കണുള്ളൂ. വലയിൽ കയറുന്ന മീനുകൾ കണ്ടോട്ടാ. ഇതാണ് സുമേഷ് ചേട്ടൻ വലിച്ച് നൈസായിട്ട് ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം കാണുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 15 Pro Max എടുത്തായിരുന്നു ആപ്പിളിൻ്റെ. അത് 16 അല്ല, ലേറ്റസ്റ്റ് അല്ല, അതിന് മുന്നത്തെ മോഡൽ എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. അപ്പോൾ എനിക്കൊരു അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ ഇരുന്ന് LCD അത്യാവശ്യം വലിയ സ്ക്രീനിലൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും സന്തോഷം. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. കാരണം ഇത് ഈ മൊബൈൽ എടുത്തിട്ട് രണ്ടാമത്തെ വീഡിയോ ഒന്നും വരുന്നത്. ഫസ്റ്റ് ടൈം പിന്നെ വേറെ ഒന്നും എടുത്തായിരുന്നു, പക്ഷെ അതത്ര തോന്നിയില്ല. പിന്നെ സൂം ചെയ്ത് ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിരപ്പള്ളിയിൽ വെച്ചൊരു ആനര എടുത്തിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇട്ട് തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വല വീശലായിട്ട് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ വീശലിൽ സാധനം കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ പിള്ളേരും ഉണ്ട് കേട്ടോ കൂടെ. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. വെക്കേഷൻ ടൈം ആയപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇടയ്ക്കൊരു കറക്കമുള്ളതാണ് ഞങ്ങൾ ബൈക്ക് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കറങ്ങിയ ടൈമിലാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ വല വീശണ കണ്ടതും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചത്, നിങ്ങളെ കാണിക്കാൻ സാധിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രൊഫഷണൽസൊക്കെ വീശണ്ട അല്ലെങ്കിൽ എറിയണ ഏറ് കണ്ട ആ വല വെച്ചിട്ട് നോക്കി. ഭയങ്കര പണിയാണ് കേട്ടോ. എറിയണവർക്കൊക്കെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. നമുക്കങ്ങനെ ഉണ്ട് കേട്ടോ. എറിയാത്തവർ അല്ലെങ്കിൽ കാണുന്ന പോലെ ഈസി അല്ലെന്ന് പറയണേ മറ്റുള്ളവരോട്. കാരണം എനിക്ക് ലാസ്റ്റ് നമ്മുടെ മനോജ് ബീച്ചിൽ എറിയാൻ വേണ്ടി തന്നിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ വെള്ളത്തിലേക്ക് പോയില്ലെന്നേ മാത്രമേ ഉള്ളൂ. ബാക്കി എറിഞ്ഞത് കുളമായി പോയി. അപ്പോൾ എന്തായാലും നമ്മൾ തോറ്റു പിന്മാറണില്ല എന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനിയും എറിയും, അത് ക്ലിയർ ആക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. ഇഷ്ടമില്ലാത്തണെങ്കിൽ അപ്പം തന്നെ വിട്ടുകളയും കേട്ടോ. എനിക്ക് ഈ പറഞ്ഞാൽ ചീട്ട് കളിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല തവണ പഠിക്കാനിരുന്നിട്ടുണ്ട്, നടക്കില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ പിന്നെ അടുത്ത അവസരത്തിൽ ഉറപ്പായിട്ടും അവനെന്നാന്ന് തല്ലാൻ വരെയും വന്നു. അറിയോ, ഒരു സാധനം പഠിപ്പിച്ച് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാ അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കൂ, ഒന്നും കൂടി എറിഞ്ഞ് നോക്കാം. അതിനെന്താ അല്ലേ, അടുത്ത മീൻ കയറിയിട്ടുണ്ട്. എന്തായാലും ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഇത്ര മീനൊക്കെ കയറിയിട്ട്. പക്ഷേ സ്ഥിരമായിട്ട് പോണവർ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ ഇതിലും വലുത് അല്ലെങ്കിൽ ഇത്രയും കിലോ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ഞാൻ അതൊന്നും അല്ലട്ടോ പറഞ്ഞു. അല്ലാണ്ട് നോർമലി ഒരു ഇതാണ് കേട്ടോ, മറ്റുള്ളവരുടെ അടുത്ത് കമ്പയർ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഇത്രയും മീനുകളുള്ളൊരു വീഡിയോ ആയിരിക്കും ആദ്യമായിട്ടാണ് കിട്ടിയേക്കണത് നമ്മുടെ ഇതിൽ. പിന്നെ കടലിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ബോട്ടിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ വല വീശി പിടിക്കണതിൽ ഇത്ര മീനുകൾ കയറണം ആദ്യമായിട്ടാണെന്നോ. പിന്നെ നമ്മുടെ ചാനലിലൂടെ
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എപ്പോഴും പറയുന്ന പോലെ എപ്പോൾ എന്ത് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത. പിന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള മനോഹര കാഴ്ചകൾ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കണ്ടോ, കൊല്ലം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവർ ഹാപ്പി, ഞാൻ ഹാപ്പി. ഓക്കെ, ബൈ.